മെഡിസെപ്പ് വേണോ വേണ്ടേ എന്നുള്ളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ എന്തായാലും ഗവൺമെൻറ് കുറേ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലതിനെ നല്ലതെന്നും മോശപ്പെട്ടതിനെ മോശപ്പെട്ടതെന്ന് പറയലാണല്ലോ നമ്മുടെ ജോലി. എന്തായാലും 570 ആശുപത്രികളെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അത് എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളെ ആളുകൾക്ക് അറിയാൻ പറ്റും. 570 ഹോസ്പിറ്റൽ എംപാനൽ ചെയ്തു. അതിൽ 422 സ്വകാര്യ ആശുപത്രിയാണ്. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. കിംസ്, തിരുവനന്തപുരത്ത് കിംസ്, PRS, അതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളും, അതുപോലെ തന്നെ SP ഫോർട്ട് ഉണ്ട്, പിന്നെ ഇവിടെ കോസ്മോപൊളിറ്റീനുണ്ട്, പിന്നെ അനന്തപുരിയുണ്ട്, തിരുവനന്തപുരത്ത് നിരവധി ഹോസ്പിറ്റലുണ്ട്, പിന്നെ മെഡിട്രീന ഉണ്ട്, പല പല ഓരോ വിഷയത്തിൽ ഓരോ ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ലൈഫ് ലൈനുണ്ട്, അടൂരുണ്ട്, പിന്നെ കിംസ് ഉണ്ട്, നിംസ് ഉണ്ട്, ഒരുപാട് ആശുപത്രികളുണ്ട്. നിംസ് ഉണ്ട്, നെയ്യാറ്റിൻകര, ഒത്തിരി ആശുപത്രി. ഇതെല്ലാം എംപാനൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 422 സ്വകാര്യ ആശുപത്രികൾ എംപാനൽ ചെയ്തു. 145 സർക്കാർ ആശുപത്രി എംപാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് പോകണം. എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിച്ചതിന് ശേഷം ഈ ബില്ലെടുത്ത് കൊടുക്കരുത്. ആളുകൾ വട്ടാവും. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് ആളുകളും തിരിച്ച് നഴ്സുമാരിൽ എടുത്ത് കൊടുക്കരുത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ മെഡിസെപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ ഉള്ള ആശുപത്രിയിലേക്ക് പോവുക. 422 സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറല്ല, വലിയ നമ്പറാണ്. ഒരു 145 സർക്കാർ ആശുപത്രി എന്ന് പറയാൻ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം കാണും. കേരളത്തിന് പുറത്തുള്ള 3 ആശുപത്രി, മൂകാംബിക മെഡിക്കൽ സയൻസസ് കന്യാകുമാരിയിലുള്ള, അതുപോലെ ദക്ഷിണ കന്നഡ എനപ്പോയ മെഡിക്കൽ കോളേജ്, ദക്ഷിണ കന്നഡ പ്രസാദ് നേത്രാലയ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് മെഡിസെപ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ട അടിസ്ഥാനത്തിൽ പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2200-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷൻ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ ESI ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാർക്കും പെൻഷൻകാരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ടീമിനെയാണ് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. എന്തായാലും വരട്ടെ. അപ്പോൾ മെഡിസെപ്പ് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കൊടുക്കാം. പക്ഷേ അപ്പോഴും ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുക, ഇതിൽ താല്പര്യമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരെ ഓപ്ഷണലായിട്ട് അവരെ ഒഴിവാക്കി കൊടുക്കാനുള്ള പരിപാടി കൂടി ഗവൺമെൻറ് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. എന്തായാലും മെഡിസെപ്പ് 525ഓളം ഹോസ്പിറ്റലുകളിൽ, പുതിയ ഹോസ്പിറ്റലുകളിൽ, അതിൽ വലിയൊരു ഭാഗം 422ഓളം സ്വകാര്യ ആശുപത്രികളിൽ തന്നെ മെഡിസെപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തായാലും ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഉള്ളത്, ഹോസ്പിറ്റലിൽ അവർ ക്ലെയിം ചെയ്യുന്ന മൊത്തം തുക കിട്ടുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാൽമുട്ട് മാറ്റിവയ്ക്കൽ, ഹൃദയ ശസ്ത്രക്രിയ, ഡയാലിസിസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കുണ്ട്. അതുപോലെ കുറച്ച് ക്ലെയിമേ കിട്ടുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ട്. അതും ഗൗരവമായി അന്വേഷിക്കേണ്ട 2 വിഷയങ്ങളാണ്. അവർക്ക് നന്നായി ക്ലെയിം കിട്ടണം, നിശ്ചിത സമയത്തിനകത്ത് കിട്ടണം. ഇതെല്ലാമാണ് ഇനി ഉള്ള പരാതികൾ. അതെല്ലാം നടക്കുമെന്ന് തന്നെ, മാറ്റിയെടുക്കുമെന്ന് തന്നെ നമുക്ക് കൃത്യമായി വിശ്വസിക്കാം.